എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിയൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സമയമൊക്കെ ഒരിക്കൽ വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. കേട്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ടൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതായിട്ട് അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചു സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണത്. അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുമൊക്കെ എത്രയും വേഗം പരിഹരിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാർ ജീവിത വിജയത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഒന്ന് പരിശോധിക്കാം. ഈ ധരണിയെപ്പറ്റി പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട്, ധരണിയും ഭരിക്കും ഭരണി. ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു രീതിയിൽ അധികാരവും അതോടൊപ്പം തന്നെ സർഗാത്മകതയും ഒക്കെ ഒത്തുചേരുന്ന ഒരു നക്ഷത്രമാണ് ഭരണി. നിങ്ങൾ ഭരണി നക്ഷത്രമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ഈ ഭരണി നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് പ്രത്യേകതകൾ കാണാൻ കഴിയും. എന്നുവെച്ചാൽ വളരെ കഴിവുള്ള ഒരു വ്യക്തികളായിരിക്കും ഈ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ. എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് ഒരു അധികാരങ്ങൾ കൈയാളുന്നതിനുള്ള ഒരു കഴിവുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സർഗാത്മകത, ഒരു കലാപരമായിട്ടുള്ള, അതുപോലെ ഓരോന്നൊക്കെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടല്ലോ, അവരുടെ ഒരു ഭയങ്കര ഒരു കഴിവാണ് കേട്ടോ അവരുടെ. അത് അങ്ങനെയുള്ള ഒരാളുകളാണ് നിങ്ങൾ ഭരണിയാണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊരു വിചിത്രമായൊരു ചേർച്ച അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അവർക്ക് ആ പ്രത്യേകത വരുന്നത്. അതായത് അവരുടെ ഒരു അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. എന്നാൽ അവരുടെ ദൈവം എന്ന് പറയുന്നത്, ദേവൻ എന്ന് പറയുന്നത് യമധർമ്മനാണ്. അപ്പോൾ ഈ ശുക്രൻ എന്ന് വെച്ചാൽ എന്താ? ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആഡംബരത്തിൻ്റെ ഒരു പ്രതീകമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ തിളങ്ങി നിൽക്കുമല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രണയത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് കേട്ടോ. അദ്ദേഹം എന്ന് വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ തമ്മിലുള്ള പ്രണയം മാത്രമല്ല, ഈ നമ്മുടെ ലോകത്തോട് തന്നെയുള്ള പ്രണയം എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളോടുള്ള പ്രണയം, അതവിടെ ഒരു വശത്ത് അവർക്കുണ്ടാവും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ യമദേവൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു വെറും മരണത്തിൻ്റെ ദൈവം മാത്രമല്ലല്ലോ. അദ്ദേഹം ഒരു നിയമം കൃത്യമായിട്ട് പാലിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ചടക്കം, അതിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടിയാണ് അദ്ദേഹം. അത് കൃത്യമായി വളരെ അളന്നു കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ. അതൊന്നും ഒരു അണുവിടെ തെറ്റിപ്പോകാതെ തീരുമാനം എടുക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ പുരാണങ്ങൾ പ്രകാരം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഭരണി നക്ഷത്രക്കാരന് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മുറി അല്ലെങ്കിൽ ഓഫീസ്, വർക്ക് പ്ലേസ് ഒക്കെ നോക്കിയാൽ കാണാം. അത് ഭയങ്കര മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ വളരെ അവിടെ ബ്യൂട്ടി അവിടെ വളരെ പ്രത്യേകമായിട്ടുണ്ടാവും. എന്നാൽ ബ്യൂട്ടി മാത്രമല്ല, അതിനൊരു ചിട്ടയും കൂടെ ഉണ്ടാവും. ബ്യൂട്ടി മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അത് ചിട്ട കൂടി ചെയ്യാം. എന്നാൽ അതെല്ലാം ചിട്ടയുണ്ടാവും. അതുപോലെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കൊക്കെ ഒരു ചിട്ട നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അന്ന് മാത്രമല്ല, ആരെങ്കിലും ചെന്ന് അതൊക്കെ നമ്മൾ ചെന്ന് വലിച്ചിടാനോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കാനോ ഒക്കെ ശ്രമിച്ചാൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഈ ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ഭരണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങളുടെ ഈ ദാമ്പത്യ ബന്ധം വളരെ നന്നായി ഇരിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ അവരോടുകൂടി ചേർന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് അവരുമായിട്ട് നല്ലൊരു റിലേഷനിൽ ഇരിക്കാനത് സാധിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് നല്ല ഗുണപാഠം ഇത്രയേ ഉള്ളൂ. അവർ ഒരേ സമയം തന്നെ കഠിനഹൃദയരായിട്ട് നമുക്ക് തോന്നിക്കും, വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് തോന്നിക്കും. എന്നാൽ അതേസമയം തന്നെ ഒരു മൃദു മനസ്കതയെ അവർക്ക് രണ്ടും കൂടെ ഇങ്ങനെ ഇഴ ചേർന്നിരിക്കുന്ന ഒരു പ്രതീതി അവർക്ക് കാണാൻ പറ്റും. അതൊരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഈ ധരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ഇനി അവരൊരു പരിവർത്തനത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സിമ്പലും കൂടിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അത് അവർ പുനർജന്മത്തെയും അതോടൊപ്പം തന്നെ മാറ്റത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു. അതായത് നമ്മുടെ വിത്തൊക്കെ എങ്ങനെയാണ് മണ്ണിൽ കിടന്ന് അതൊരു പുതിയ ചെടിയായിട്ട് ഇങ്ങനെ മാറി വരില്ലേ എന്ന് പറഞ്ഞ പോലെ, എത്ര പ്രതിസന്ധി വന്നാലും, മനസ്സിലായില്ലേ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും പുനർജനിച്ച് വരാൻ വേണ്ടിയിട്ട് അവർക്കൊരു കഴിവ് പ്രത്യേകമായിട്ട് ഈ ഭരണി നക്ഷത്രക്കാർക്കുണ്ട് കേട്ടോ. അത് വേറെയും ചില നക്ഷത്രക്കാർക്ക് അത് ഇതുണ്ട്, അത് ഞാൻ വഴിയെ പറയാം.
വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ പറയുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ അവർ അതിജീവിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭരണി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ബന്ധുക്കളോ ഒക്കെ എന്തെങ്കിലും വിഷമതകളിൽ പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ട. അതൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ഉയർന്നു കയറി വരാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാവും കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിൽ വെച്ചോളുക. നിങ്ങൾ അതിനെയൊക്കെ നിങ്ങൾ തരണം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലല്ലോ, എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ലല്ലോ, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ വേണ്ട രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ ആ മനസ്സിലുള്ള ഓരോ സ്വപ്നങ്ങളും നിങ്ങൾക്ക് ഭൂവണിയിപ്പിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും. അതിനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ജന്മനാ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ അത് മാത്രമല്ല, ഒരു കഥ പറയുവാണെങ്കിൽ ഈ യമധർമ്മനെ സംബന്ധിച്ചുള്ളൊരു കഥയാണ് കേട്ടോ. അദ്ദേഹം ഒരു ധർമ്മത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് ഞാൻ പറഞ്ഞു, മരണത്തിൻ്റെ ദേവൻ മാത്രമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നചികേതസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു കഥയുണ്ട്. അത് മഹാഭാരതത്തിലാണ് എന്നെ വായിച്ചിരിക്കുന്നത്. അതായത് യമൻ്റെ അടുക്കൽ ചെന്നിട്ട് മരണത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും യമൻ എന്ത് ചെയ്തു, ആ നചികേതസിന് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. ഒരുപാട് ടഫായിട്ടുള്ള കുറച്ച് പരീക്ഷണങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അദ്ദേഹം നചികേതസ് അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്തു. അപ്പോൾ യമധർമ്മൻ വളരെ പ്രീതി ആയി അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പരമമായ ഒരു ജ്ഞാനം നൽകി അനുഗ്രഹിച്ചു എന്നാണ് കഥ. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഭരണി നക്ഷത്രക്കാർക്ക് കാണാൻ പറ്റും. അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജറോ ഒക്കെ ആയിട്ട് ഒരു ഭരണിക്കാരനുണ്ടോയെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ അവർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര പരീക്ഷണങ്ങളൊക്കെ തരും. നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു മാറ്റുരയ്ക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു ഇവരെന്താ ഇങ്ങനെ എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ എങ്ങനെയോട് ഇങ്ങനെ പെരുമാറുന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ അർഹതയുണ്ടെങ്കിൽ അവർ ആ അർഹതപ്പെട്ടവർക്ക് ആ നേട്ടങ്ങൾ കൊടുക്കാൻ അവർക്ക് ഒരു മടിയില്ല. അപ്പോൾ നിങ്ങളുടെ മാനേജറൊക്കെ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെന്ന് വിചാരിക്കണം വെച്ചാൽ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്താൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൈസലോ അല്ലെങ്കിൽ ജോലിക്കയറ്റമോ ഒക്കെ തരാൻ വളരെ അവർക്ക് പറ്റും. അത് നിങ്ങളൊന്ന് നിരീക്ഷിച്ചോളൂ കേട്ടോ. നിങ്ങൾക്കത് വളരെ ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഈ ജാതകം ഒക്കെ നമ്മൾ ഈ ഫലങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മാത്രം നോക്കിയാൽ പറ്റും. നമ്മൾ മറ്റുള്ള എല്ലാതും കൂടെ നോക്കി വയ്ക്കുന്നത് നമുക്ക് നന്നായിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങളുടെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയാമല്ലോ എല്ലാ ആളുകളുമായിട്ട് നമ്മുടെ ഇടകലർന്നുകൊണ്ടാണ് നമ്മുടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എപ്പോഴും അവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അതിൻ്റെ രീതികൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും ഒക്കെ നമുക്കത് വളരെയധികം സഹായിക്കും. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രത്യേക ആളെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അയാളുടെ നാളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അയാളെ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് നിങ്ങൾക്കൊരു ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുമല്ലേ. അതിൽ കൂടെ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അവരേത് നാളാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രീതികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചിട്ടപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി ഈ ഭരണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത നേരെയുള്ള സംസാരം, അത് നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞാൽ കാണാം. ഒരു ഇരുതല വാള് പോലെയാണ് അവരുടെ ഒരു പ്രവൃത്തിയൊക്കെ. അതുകൊണ്ട് ഉള്ള കാര്യം അവർ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയും, മനസ്സിലായില്ലേ. പക്ഷേ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോഴും ഒരുപാട് ശത്രുക്കളൊക്കെ അൺവാണ്ടഡ് ആയിട്ട് ഓഫീസിലും ഒക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങളൊരു ഭരണിക്കാരനുമായിട്ട് നിങ്ങൾ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുള്ള കാര്യം ഉള്ള പോലെ പറയുന്നത്, അല്ലാതെ അവരൊന്നും വേറെ ഇതിനകത്ത് ഉദ്ദേശമൊന്നുമില്ല. അതിനകത്ത് നമ്മളെ നന്നാക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യം വന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ഒരിക്കലും നമ്മുടെ കുറ്റമൊന്നും നമ്മൾ അവർ കണ്ടാലും ചിലപ്പോൾ പറയാതിരിക്കും. അതായിരിക്കും. പക്ഷേ അവർ നമ്മളില്ലാത്തപ്പോൾ ചിലപ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കാൻ ഇടയാകും. അതുകൊണ്ട് എന്താ പ്രശ്നം, നമുക്കൊരിക്കലും വളർച്ച ഉണ്ടാവില്ല. കാരണം നമ്മുടെ കുറ്റം എന്താണെന്ന് നമ്മൾ അറിയുന്നേ ഇല്ല. എന്നാൽ യഥാർത്ഥ ഒരു സുഹൃത്ത് നിങ്ങളുടെ കുറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരും. അത് നിങ്ങൾക്ക് തിരുത്താനുള്ളൊരു അവസരം അവർ തരും. അത് പറഞ്ഞില്ലേ, സത്യം പലപ്പോഴും കൈപ്പേറിയതാണെന്ന് പറഞ്ഞ കണക്കുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒരേ ടോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ജീവിതത്തിൽ വ്യത്യസ്തത വരുന്നത് ഇതുപോലെ മാറി ചിന്തിക്കുന്നവർക്കാണ്. ചിലരെന്തുകൊണ്ട് വലിയ ബിസിനസ്സുകാരാകുന്നു, ചിലരെന്തുകൊണ്ട് ജോലിയിൽ ഉന്നതങ്ങളിലെത്തുന്നു, ചിലർ എന്തുകൊണ്ട് വളരെ എന്താ പറയുക വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ പോലെ അല്ല.
അവർ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കാതെ അവർ വേറൊരു ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അവർക്ക് ആ നേട്ടം അവർക്ക് കൈവരിക്കാൻ പറ്റിയത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഒരു ഭരണക്കാരൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അയാൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു തിങ്ക് ഓൺ ദാറ്റ്. അതെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് അവരൊരു സദ്യക്ക് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് പോയെന്നിരിക്കുക. അപ്പം സദ്യക്ക് പോയിട്ട് അവർ എല്ലാവരും പറയും കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പോകും. എന്നിട്ട് അപ്പുറത്ത് പോയിരുന്ന ചിലപ്പോൾ കുറ്റം പറയും. പക്ഷേ ഈ ഭരണനക്ഷത്രക്കാരെന്താ ചെയ്യാന്നറിയും, ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ അടുത്തവണ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി, അല്ലെങ്കിൽ ആ കറി ഇത്രയും ശരിയായില്ല, ഈ കറി, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് സംഘടിപ്പിച്ച ആൾക്ക് എന്ത് സംഭവിക്കും, ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷെ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സത്യസന്ധത മാത്രമാണ്. അവരൊരു ഒരിക്കലും ഇത് ചെന്ന് മറ്റാരോട് പറയുകയോ ഒന്നും ഒരിക്കലും ചെയ്യില്ല. മനസ്സിലായി? അതൊരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മളോട് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് ചീത്ത പറഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതാണോ നല്ലത്, ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഇനി ഏറ്റവും സുവർണമായൊരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്താ, അത് നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം കേട്ടോ. അത് 33 വയസ്സിലാണ് നിങ്ങളുടെ ആ ജീവിതത്തിലെ ഭരണ നക്ഷത്രക്കാർക്ക് ആ ജീവിതത്തിൻ്റെ മാറ്റം വരുന്നത്. അതായത് ആ ഒരു വയസ്സ് വരെ ഇവർ നല്ല രീതിയിൽ കഠിനാധ്വാനവും തടസ്സങ്ങളും മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ അവർക്ക്. അപ്പോൾ നിങ്ങളൊരു ഭരണിക്കാരനാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു 33-ാം വയസ്സിലെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇനി 33 കഴിഞ്ഞവരും വിഷമിക്കൊന്നും വേണ്ട. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ലൈറ്റ്ലി നിങ്ങളുടെ ആ ഒരു ജനിച്ച ആ സമയമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരും. ഞാൻ പറയാം, കാരണം ഈ ജാതകം പോലുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഈ പ്രത്യേക ഒരു സ്വിച്ചിട്ട പോലെ ഒരു പ്രത്യേക ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് മാറുമല്ലേ. അതൊരു ഗ്രാജുവലായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നക്ഷത്രങ്ങളിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നത്. മനസ്സിലായില്ല? എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ അവസാന പാദങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അടുത്ത നക്ഷത്രത്തിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് വരും. കാരണം ഇതൊരു ഗ്രാജുവലായൊരു ട്രാൻസ്ഫോർമേഷനാണ്. അങ്ങനെയാണത് പോവുക. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ലോകത്തുള്ള പല കാര്യങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നാച്ചുറൽ കാര്യങ്ങൾ അങ്ങനെയാണോ അല്ലേ, ഒരു അനലോഗസ് ആയിട്ടാണ് അത് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സ്വിച്ചിട്ട പോലെ അത് മാറുമല്ലേ ചെയ്യുന്നത്. അതിങ്ങനെ ഗ്രാജുവലായിട്ട് മാറിപ്പോകുന്ന ഒരു രീതിയാണ് ഇത് നാച്ചുറലായ കാര്യങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണത് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ജാഗരണം തന്നെ സംഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ വലിയ മാറ്റങ്ങളൊക്കെ ആ സമയത്ത് വരും കേട്ടോ. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കിച്ചോളൂ. വിഷമിക്കേണ്ട, അവരെന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആണെന്ന്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശസ്തരായ ഭരണി നക്ഷത്രക്കാരെ പറ്റി അജിത് കുമാർ, തമിഴ് നടൻ. അജിത്തിനെ നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയ പരാജയങ്ങളൊക്കെ, ആദ്യകാലത്ത് സിനിമകളൊക്കെ ധാരാളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ അദ്ദേഹം എവിടെ നിൽക്കുന്നു അല്ലേ. അദ്ദേഹം പടങ്ങൾ അദ്ദേഹം കുറവേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇറങ്ങുമ്പോൾ എത്ര മാത്രം ആരാധകരാണ്, സ്വീകരണമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് ഉണ്ടാകുന്നത് അല്ലേ. അത് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരാധകരിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ആദ്യം ഉണ്ടാകുന്ന വിഷമതകൾ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ചില ബലഹീനതകളെക്കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളത് മറികടക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഒരു എക്സ്ട്രീം തിങ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഈ അമിതമായ ചിന്ത കാരണം നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ, ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ധ്യാനം പോലുള്ള കാര്യങ്ങൾ ശീലിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വായന പോലുള്ള പുസ്തക വായനയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇരിക്കുക. സംഗീതത്തിൽ നിങ്ങൾ കുറച്ച് വളരെയധികം നല്ല സംഗീതം കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ചിന്താഗതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഹോബികളിൽ ഏർപ്പെടുക. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങൾ ഈ എക്സ്ട്രീം തിങ്കിങ് കുറച്ചങ്ങോട്ട് ഒഴിവാക്കുക. നിങ്ങളിപ്പോൾ ഉള്ള അത്രയും അങ്ങോട്ട് തലപോയിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഇനി അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നമുക്കൊരു ഈ മേടം രാശി എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഒരു ഇതുണ്ട് കേട്ടോ. അതുപോലെ ശുക്രൻ ജലത്തെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ അതിനെ ആ അഗ്നിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒന്ന് പോയിട്ട് നിങ്ങളിത് വളരെ ദേഷ്യത്തിൽ വന്ന ഉടനെ നിങ്ങൾ പോയിട്ടൊന്ന് ഫ്രഷായിട്ട് കുളിച്ചിട്ട് വരിക. അപ്പോൾ ആ ജലത്തിൻ്റെ സാമീപ്യം, അത് ജലമായിട്ടുള്ള സാമീപ്യം ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ഫ്രഷായിട്ട് കുളിച്ചിട്ട് വരിക. അല്ലെങ്കിൽ രാവിലെ തന്നെ നിങ്ങളെപ്പോഴും ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ വൈകിട്ടാണ് കുളിക്കുന്നതെങ്കിൽ
നിങ്ങളത് രാവിലത്തേക്ക് മാറ്റാൻ പറ്റുമെന്നൊന്ന് നോക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ ആ ജലവുമായ സാമീപ്യം നിങ്ങൾക്ക് നിങ്ങളുടെ പവർ മൾട്ടിപ്പിൾ ടൈംസ് ഇരട്ടിപ്പിക്കും. അപ്പോൾ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം കുളിക്കുന്നവരും ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കി നിങ്ങൾ രാവിലെ തന്നെ കുളിച്ചിട്ട് പോവുക. കാരണം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അതിൻ്റെ ആ പവർ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അത് പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. പിന്നെ ചിലർക്കുണ്ടല്ലോ ഈ എന്തെങ്കിലും ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. ഇപ്പം രാവിലെ തന്നെ കുളിച്ചാൽ എന്തെങ്കിലും അത് അങ്ങനെയുള്ളവരത് ഒഴിവാക്കാം. പക്ഷേ കഴിയുമെങ്കിൽ ഇത് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് പോസിറ്റീവ്നെസ്സും നിങ്ങളുടെ ഉയർച്ചയ്ക്കും അത് കാരണമാകും. അതുപോലെ നിങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഒരേ സമയത്ത് തന്നെ ഒരു ക്രിയേറ്ററാണ്, ഒരു സൃഷ്ടാവാണ്, അതോടൊപ്പം തന്നെ ഒരു പരിഷ്കർത്താവാണ്, റീഫോർമറും കൂടിയാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ അഗ്നിയുണ്ട്. അത് ഒരു നശീകരണത്തിനൊന്നുമല്ല, അത് നിങ്ങളുടെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലേക്കും തിരിച്ച് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് എന്തെങ്കിലും ഒരു നശീകരണ പ്രവർത്തനങ്ങൾക്കല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതാണ് സംഭവം. അതുപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓവർ തിങ്കിങ് നല്ലോണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒരുപാട് പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കൊക്കെ ആയിട്ടും പ്രാർത്ഥനകൾക്കൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായും അതിനെല്ലാം വേഗം തന്നെ മറുപടി കൊടുക്കാറുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ളൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും പ്രത്യേക കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മുകളിൽ കാണിച്ചിരിക്കുന്ന ഇമെയിലിൽ നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ. നിങ്ങളപ്പോൾ അയക്കുമ്പോൾ നിങ്ങൾ പേര് വയ്ക്കുക, നക്ഷത്രം വയ്ക്കുക, ജന്മദിനം, ജനിച്ച സമയം, അതുപോലെ നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, നിങ്ങളെന്താണ് പരിശോധിക്കേണ്ട വിഷയം, ഇത്ര അയച്ചാൽ മതിയായിരിക്കും. ഞാൻ വിശദമായിട്ട് ആ മെയിലിൽ തന്നെ മറുപടി തരാം. അപ്പോൾ നിങ്ങൾ ഈ ജിമെയിൽ ഒഴികെയുള്ള മറ്റ് മെയിൽ ഏതെങ്കിലും യാഹൂ അതുപോലെ എന്തെങ്കിലും ഒരു മെയിലിൽ നിന്നാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അയക്കുന്ന റിപ്ലൈകൾ സ്പാം എന്ന് പറഞ്ഞ ആ ഒരു ഇൻബോക്സിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്പാം കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഇപ്പം മെയിൽ നിങ്ങളുടെ മെയിൻ ഇൻബോക്സിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത് പൊതുവേ അങ്ങനെ ജിമെയിലിൽ നിന്ന് യാഹൂലേക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നൊരു പ്രശ്നമാണ് ചിലപ്പം. അതങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് വളരെ വളരെ സന്തോഷകരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുക.